നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ കുഞ്ഞേച്ചി ഇവിടുന്ന് നേരെ പോയത് അമ്പലത്തിലേക്കാ? കേട്ടെടുത്തോളം കളക്ടർ നല്ല ആളെന്നാ തോന്നുന്നേ, അല്ലേ? അതെ, എന്തായാലും ജോൺ എബ്രഹാമിനെ പോലല്ല. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ഹലോ. ശിവദാസ്, സത്യഭാമയാ. മനസ്സിലായി സത്യാമേ. എനിക്ക് ചടങ്ങിനെത്താൻ പറ്റിയില്ല, ഒരു അസൗകര്യം ഉണ്ടായി. ഓ. പക്ഷേ വിഷ്ണുവിനെ താലിമാലകൾ കൊടുത്ത് ഞാൻ അങ്ങോട്ട് അയച്ചിരുന്നു. അതെല്ലാം കിട്ടിയല്ലോ സത്യാമേ. ചടങ്ങൊക്കെ നന്നായിട്ട് നടന്നില്ലേ? അത് പിന്നെ പറയാനുണ്ടോ സത്യാമേ, എല്ലാ വർഷത്തെക്കാളും ഗംഭീരമായിട്ട് നടന്നു. ജില്ലാ കളക്ടറെ മുഖ്യാതിഥിയാക്കാനുള്ള തീരുമാനം ഉചിതമായിരുന്നു. മുഖ്യാതിഥിയായിട്ടല്ല, നമ്മളുടെ ഒരാളായിട്ടാ കളക്ടർ മാഡം നിന്നത്. ആദ്യാവസാനം നിന്ന് എല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് ഉറപ്പാക്കിയിട്ടാ മേഡം മടങ്ങിയത്. ഇതേപോലൊരു പദ്ധതിക്ക് സർക്കാരിനോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടത്രേ. നമ്മുടെ ട്രസ്റ്റിലേക്ക് മോശമല്ലാത്തൊരു തുക സംഭാവനയെ നൽകിയിട്ടാ കളക്ടർ മാഡം മടങ്ങിയത്. സത്യാമ്മയില്ലാത്ത എന്റെ കുറവൊന്നും അറിഞ്ഞില്ല കേട്ടോ. കളക്ടർ കൂടെ നിന്നോണ്ട് എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുണ്ടായിരുന്നു. മതി, അത് കേട്ടാ മതി. ശിവദാസൻ, ഞാൻ വെച്ചേക്കുവാണേ. ആ ശരി. അമ്മ എന്താ പറഞ്ഞേ? എല്ലാം ഭംഗിയായിട്ട് നടന്നെന്ന്. എന്റെ ജീവൻ രക്ഷിച്ച കളക്ടർ എന്നെ മുന്നിൽ നിന്ന് ചടങ്ങ് ഭംഗിയാക്കി കൊടുത്തു എന്നാ ശിവദാസൻ പറഞ്ഞത്. അവർക്ക് ഒരു കുറവും അറിയേണ്ടി വന്നില്ലത്രേ. അപ്പൊ കുഞ്ഞേച്ചി ഇവിടുന്ന് നേരെ പോയത് അമ്പലത്തിലേക്കാ? കേട്ടെടുത്തോളം കളക്ടർ നല്ല ആളെന്നാ തോന്നുന്നേ, അല്ലേ? അതെ, എന്തായാലും ജോൺ എബ്രഹാമിനെ പോലല്ല. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. നമുക്ക് കാണാം. നേരിട്ട് കണ്ടില്ലെങ്കിലും ശാലിനി ചെയ്തതെല്ലാം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നേരി കാണുന്നതോടെ എല്ലാം ശരിയാവും. ഡോക്ടർ, എനിക്ക് പോകാവോ? ഉറപ്പായിട്ട് സത്യാമേ, മരുന്നൊന്നും മുടക്കരുത്. കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ശരി. എന്റെ ഒരു ഗതികേട്. അതെ ചേച്ചി, ദേ അതും കൂടി വരിട്ടോ. നാറ്റം. ചിറ്റപ്പ, ഇത് പത്രത്തിൽ പടം അടിച്ചു വരണ്ടേ? ദേശായിട്ട് അങ്ങോട്ട് വാരിക്കോ. ശവത്തെ കുത്തല്ലേ ചിറ്റപ്പ, ഇത്ര ഞാൻ കരുതിയില്ല. എന്താ അവിടെ ഒരു ഗൂഢാലോചന? ചേച്ചി, ദേ അതും കൂടി. ഇവക്ക് എന്തിന്റെ കുഴപ്പമാടി? അവളെ പറ്റി ചിറ്റപ്പന് വേണ്ടത്ര പിടിയില്ലാത്തതുകൊണ്ടാ. മേയർക്ക് സഹായമാകും, പ്രതിപക്ഷ നേതാവെന്നൊക്കെ അല്ലേ ചിറ്റപ്പൻ പറഞ്ഞേ. ഇവളെനിക്ക് മുടിഞ്ഞ പാരയാ ചിറ്റപ്പ, കൗൺസിലർ ആവുന്നതിന് മുമ്പും. എന്നിട്ട് നീ ഇതേപ്പറ്റി ഒരു വാക്കുപോലും പറഞ്ഞിട്ടല്ലോ ഇവളെ കുറിച്ച്. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ചിറ്റപ്പ. ഇടപെടാൻ കൊള്ളാവുന്ന കേസൊന്നും അല്ല. എന്നെ കൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാറില്ല. ശാലിനിക്ക് മുമ്പിൽ നിന്ന് വിരിഞ്ഞപ്പം തന്നെ ഞാൻ അവക്കിട്ടൊരു കുറി വരച്ച് വെച്ചതാ. ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു കൗൺസിലർ. അല്ല, എന്താടി നിനക്ക്? സാറേ, പോലീസ് ഭാഷയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഞാനൊരു കൗൺസിലറാ. അതിനെന്താടി? ഞാനേ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാ. അതാ പറഞ്ഞ് ഇവിടെ പോലീസ് ഭാഷയൊന്നും വേണ്ടെന്ന്. പോലീസാണ് രാവിലെ പോലീസ് ഭാഷയെ വരത്തോളി.
ഓ അപ്പൊ അങ്ങനെയല്ലേ? ആ അങ്ങനെ തന്നെ. ദേ ആ നിൽക്കുന്നില്ലേ സുസ്മിത, അവളെനിക്ക് എന്റെ മകളെ പോലെ. കളക്ടറമ്മേന്നല്ല, ഇനി ഏത് കൊടികെട്ടിയ ഓഫീസർ എന്ന് പറഞ്ഞാലും അടങ്ങി ഒതുങ്ങി അവനവൻ നിൽക്കേണ്ടടുത്ത് നിന്നാ നിങ്ങൾ കോളരിക്കാർക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഓരോരുത്തരും വന്ന വഴി കണ്ട വഴി ഓടും. ഓർത്തോ? ഇപ്പൊ മനസ്സിലായി സാറേ. മനസ്സിലാക്കിയ നിനക്കൊക്കെ കൊള്ളാം കേട്ടോടി. അതെ, സാറൊന്ന് അവിടെ നിന്നേ. എന്താടി? അപ്പൊ സാർ ചൈന കോളനിയിലേക്ക് വന്നിരിക്കുന്നത് പോലീസായിട്ടാണല്ലേ? ആണെങ്കിൽ ഹെഡിയേ തങ്കമണി, പങ്കജം, സുജാതെ, ഇങ്ങോട്ട് വാ. ചന്ദ്രബോസ് സാറേ, ചൈന കോളനിക്കാർക്ക് ഒരു കാര്യം സാധിക്കണമെങ്കിലേ കളക്ടർ അടക്കം ആരുടെയും പിന്തുണയൊന്നും ആവശ്യമില്ല. ദേ, ഞങ്ങള് ചൈന കോളനിയിലെ പെണ്ണുങ്ങളുടെ മൂലധനം എന്ന് പറയുന്നതേ ഈ കയ്യോ. പണിയെടുത്ത് തഴമ്പിച്ച കയ്യാ. സാറിനെ പോലെ ഒത്ത തടിയും പൊക്കമൊക്കെ ഉള്ളവരാ ചൈന കോളനിയിലെ ആണുങ്ങള്. പോലീസ് വരെ പേടിക്കും അവരെ. പക്ഷെ അവര് പേടിക്കുന്നതേ ഞങ്ങളെയാ സാറേ. സാറ് മര്യാദക്കാണെങ്കിൽ ഇവിടുന്ന് മര്യാദക്ക് പോവാം. പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലുള്ളതെന്ന് പറഞ്ഞാ അത് നാണക്കേടാ. പ്രത്യേകിച്ചും ചൈന കോളനിയിലെ നാറും സാറേ. ഓ കൊളായി. സരോജ മാഡം, മേഡം ഒരു കൗൺസിലറാണ്, അതും പ്രതിപക്ഷ നേതാവ്. അതിന്റെ ബലത്തിൽ തന്നെ ബോസാറെ ഞാനീ പറയുന്നത്. നിങ്ങള് മേലാളന്മാരുടെ കുപ്പത്തൊട്ടി ഈ കോളനി വാർഡ്. ദാഹജലം നിങ്ങൾ തന്നു, ഞങ്ങളുടെ കുട്ടികൾ അത് കുടിച്ചോണം. ഈ കാണുന്നൊന്നും ഞങ്ങൾ ഉപയോഗിച്ച് തള്ളിയ മാലിന്യ അവശിഷ്ടമൊന്നും അല്ല സാറേ. നിങ്ങൾ വല്യമ്മന്മാരും കൊച്ചമ്മമാരും ഒക്കെ കൂടി വട്ടവിരുന്ന് തട്ടിയ ജങ്ക് ഫുഡിന്റെ അവശിഷ്ടങ്ങളാ ഇതൊക്കെ. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടേ അത് ഈ കോളനി വാർഡിന് തന്നെ സംഭാവനയായിട്ട് കിട്ടും. അലച്ചു കുത്തിയൊരു മഴ പെയ്താ ഇത് മുഴുവൻ തോട്ടിക്കിടന്ന് ഈച്ചയാർക്കും. അത് വൃത്തിയാക്കുന്നതിനിടെ മാലിന്യത്തിനിടെ മുങ്ങി മരിച്ചതും ഞങ്ങളുടെ ഒരു സഹോദരനാ സാറേ. ഈ നിൽക്കുന്ന അമ്മമാരിൽ ഒരാളുടെ മോൻ. അതുകൊണ്ട് സാറ് സുസ്മിത മേയറുടെ മഹിമയൊന്നും ഇവിടെ പറയണ്ട. മര്യാദയ്ക്ക് അങ്ങോട്ട് നീങ്ങി അടങ്ങി ഒതുങ്ങി നിൽക്കാൻ നോക്ക്. പിടിവിട്ട് പോയ ചിലപ്പോ കോളനിക്കാരി പെണ്ണുങ്ങള് തോലമണ്ടയ്ക്ക് മൺവെട്ടി കൊണ്ടടിച്ച് ആമയിഴഞ്ചാൻ തോട്ടിൽ തന്നെ താഴ്ത്തിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.